നമ്മളുടെ ഫോണിൽ ദിവസവും എസ് എം എസുകൾ വരുന്നുണ്ട്. നമ്മളതൊക്കെ വായിക്കാറുണ്ട്. നമ്മൾ ആർക്കും ഇപ്പോൾ പണ്ടത്തെ പോലെ എസ് എം എസുകളൊന്നും അയക്കാറില്ല. പക്ഷേ ആ ഒരു എസ് എം എസിൽ ഇപ്പോൾ വാട്സാപ്പിന് തുല്യമായിട്ട് ഒട്ടനവധി ഫീച്ചേഴ്സ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ജസ്റ്റ് ഒന്ന് നമുക്ക് പരിചയപ്പെടാതെ ഇതുവരെ എന്നെ ഫോളോ ചെയ്തിട്ടൊന്ന് ഫോളോ ചെയ്തേക്കട്ടാ. നിങ്ങൾ ഉപയോഗിക്കുന്നത് 1-2 വർഷത്തിൻ്റെ വാങ്ങിയ ഫോണുകളാണെങ്കിൽ അതിലെ മെസ്സേജ് സെറ്റിംഗ്സിൽ RCS ചാറ്റ്സ് എന്ന് എനേബിൾ ആക്കിയിട്ടാൽ വാട്സാപ്പിലെ പോലെ റീഡ് റെസിപ്റ്റ്സ്, ടൈപ്പിംഗ് ഇൻഡിക്കേറ്റേഴ്സ്, ഹൈ ക്വാളിറ്റി മീഡിയ ഷെയറിങ്, ഇൻറ്ററാക്റ്റീവ് എലമെൻറ്റ്സ് ഒക്കെ തന്നെ സാധ്യമാകും. കണ്ടോ, വോയിസ് മെസ്സേജ് അയക്കുന്നതും അതിന് വരുന്ന റിയാക്ഷൻ്റെ അനിമേഷനുമൊക്കെ ഇതൊന്നും വാട്സാപ്പിൽ പോലുമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ പഴയ ഫോണാണെങ്കിൽ ഗൂഗിൾ മെസ്സേജസ് എന്ന ആപ്പ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്താൽ മതി. വാട്സാപ്പിലെ പോലെ ലൊക്കേഷനും സ്റ്റിക്കറും ഒക്കെ ഷെയർ ചെയ്യാൻ സാധിക്കും. ഇനി ഇത് എനേബിൾ ചെയ്തിട്ടും നിങ്ങളുടെ ഫോണിൽ ഇതുപോലെ അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ സെറ്റിംഗ്സിൽ അത് ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ടാവും. അത് കണക്റ്റ് ആക്കാൻ ഇവിടെ ഡിസേബിൾ ആക്കിയ ശേഷം ഫോണിലെ സെറ്റിംഗ്സിൽ ആപ്സ് മാനേജറിൽ മെസ്സേജ് ആപ്പ് സെലക്ട് ചെയ്ത് അതിൻ്റെ സ്റ്റോറേജും ക്യാഷയും ക്ലിയർ ചെയ്തിട്ട് എനേബിൾ ആക്കിയ ശേഷം 5-10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ അത് കണക്റ്റഡ് ആയിക്കോളും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെസ്സേജുകൾ നിങ്ങളുടെ മെസ്സേജ് ആപ്പിൽ ഉണ്ട് എങ്കിൽ അത് ബാക്കപ്പ് എടുത്തിട്ട് സ്റ്റോറേജ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്.